തായ്ക്കളവി എന്ന് പറഞ്ഞൊരു തമിഴ് മൂവി കണ്ടായിരുന്നു. കൊള്ളാം. നല്ലൊരു അടിപൊളി മൂവിയാണ്. ഒരു ഫീൽ ഗുഡ് ഫാമിലി സിനിമയാണ്. ഒരു ഫാമിലി മൂവിയാണെന്ന് പറഞ്ഞ് ഒരിക്കലും സിനിമ കാണാതെ ഇരിക്കരുത്. കാരണം ഈ ഒരു സിനിമ സംസാരിക്കുന്ന കണ്ടന്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആ ഒരു കണ്ടന്റിനെ ആ ഒരു ഫാമിലി സ്റ്റോറി വഴി ബ്ലെൻഡ് ചെയ്ത് നല്ല രസമായിട്ടാണ് അവർ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. എനിക്കത് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു. സിനിമ മെയിൻലി സംസാരിക്കുന്ന അല്ലെങ്കിൽ ഹൈലൈറ്റ് ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ വുമൺ എംപവർമെന്റ് തന്നെയാണ്. ആൻഡ് അതിന്റെ കൂടെ തന്നെയാണ് ലേഡീസിന്റെ ആ ഒരു എഡ്യൂക്കേഷനും അല്ലെങ്കിൽ അവരുടെ റെസ്പെക്റ്റും അല്ലെങ്കിൽ അവരുടെ ഇൻഡിപെൻഡൻസ് ഒക്കെയാണ് സിനിമ സംസാരിച്ച് പോകുന്നത്. വളരെ നൈസായിട്ട് ആ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. മറ്റേ ഭയങ്കര ഒരു മോട്ടിവേഷൻ പോലെ ആ ഒരു സിനിമയിൽ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് അങ്ങനെയല്ല. ഈ സിനിമയിൽ ഒരുപാട് ഫീമെയിൽ ക്യാരക്ടേഴ്സ് ഉണ്ട്. അവർ വഴിയാണ് ഈ ഒരു കാര്യം പോർട്രേറ്റ് ചെയ്യുന്നത്. അത് നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ആൻഡ് ഈ മൂവിയുടെ സ്റ്റോറി എന്ന് വെച്ചാൽ ഒരു ഗ്രാമത്തിൽ ഒരു തായ്ക്കിളവി ഉണ്ട്. തായ്ക്കിളവി എന്ന് പറഞ്ഞാൽ നല്ല വയസ്സായിട്ടുള്ള ഒരു കിളവി. പുള്ളിക്കാരിയുടെ ഒരു ജോലി എന്ന് വെച്ചാൽ പരീക്ഷയ്ക്ക് പൈസ കൊടുക്കുക, വാങ്ങുക, അവിടെ ജീവിക്കുക എന്നുള്ള ഒരു ഇതാണ്. പുള്ളിക്കാരി അങ്ങനെ എല്ലാവർക്കും അങ്ങ് ഇഷ്ടമില്ല. ഇവരൊന്ന് മരിച്ചുപോയെങ്കിൽ മതിയായിരുന്നു എന്ന് എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. കാരണം ഇവര് പരീക്ഷയ്ക്ക് പൈസ കൊടുക്കുന്നവരാണ്. അതുകൊണ്ട് മിക്കവരും പരീക്ഷ തിരിച്ചടക്കത്തില്ല. ഇവരിപ്പോൾ ഇവിടെ പ്രശ്നം ഉണ്ടാക്കി പൈസ വാങ്ങും. അങ്ങനത്തെ സ്ത്രീയാണ്. ആകെ ഇവർ ഇഷ്ടമുള്ള ആ ഒരു ഗ്രാമത്തിൽ നോക്കുവാണെങ്കിൽ ഇവരെ മോക്ക് മാത്രമാണ്. വേറെ ആർക്കും ഇഷ്ടമല്ല. ഒരു വലിയൊരു ഫാമിലിയാണ്. 4 മക്കളുണ്ട്. അതിൽ 3 ആൺമക്കളും ഒരു പെൺകുട്ടിയും. 3 ആൺമക്കൾക്ക് പോലും ഇവരെ ഇഷ്ടമല്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ്. സോ അങ്ങനെ ഇരിക്കുന്ന ടൈമിൽ ഇവർക്ക് സ്ട്രോക്ക് വരും. സ്ട്രോക്ക് വന്ന് ഇന്നോ നാളെ എന്ന് പറഞ്ഞിരിക്കുന്ന സിറ്റുവേഷനിൽ ഈ മക്കളൊക്കെ കയറി വരും. മക്കളും നാട്ടുകാരും എല്ലാം. കാരണം അവരെല്ലാം ഹാപ്പിയാണ്. ഇവരെന്തായാലും മരിക്കാൻ പോകുന്നുള്ള സിറ്റുവേഷൻ ആയി എന്ന് പറഞ്ഞ് വരും. ആ നാട് ഫുള്ള് ആഘോഷിക്കും. ഓക്കെ, ഇവർ കുറച്ച് ദിവസത്തിൽ മരിക്കും. മോക്ക് മാത്രമേ ഉള്ളൂ ആ ഒരു വ്യക്തിനോട് ആ ഒരു ഇമോഷൻ. ബാക്കി ആർക്കും ഇല്ല. സ്വന്തം 3 മക്കൾക്ക്, അതായത് ആൺമക്കൾക്ക് പോലും ഇല്ല. അവർ വരുന്നതെന്ന് വെച്ചാൽ ഓക്കെ സ്വത്തിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇവർ മരിച്ചു കഴിഞ്ഞാൽ സ്വത്ത് പാർട്ടീഷൻ ചെയ്തെടുക്കുക എന്നുള്ള രീതിക്കാണ് അവർ വരുന്നത്. സോ എല്ലാവരും ആ ഒരു വീട്ടിലോട്ട് വരും. ഇവർ ആ ഒരു സ്ട്രോക്ക് പിടിച്ച് കിടക്കുന്നുണ്ട്. സോ പിന്നീട് അവിടെ നടക്കുന്ന ഇവന്റ്സ് ആണ് സിനിമ സംസാരിക്കുന്നത്. ആ നാട്ടിലുള്ള എല്ലാവർക്കും ഇവർ മരിച്ചാൽ മതി. കാരണം മരിച്ചു കഴിഞ്ഞാൽ പിന്നെ പലിശയുടെ ഇത് കൊടുക്കണ്ട. സ്വന്തം മക്കൾക്കായാലും പോലും കുഴപ്പമില്ല, മരിച്ചാലും ഒരു കുഴപ്പമില്ല. പക്ഷെ സ്വത്ത് കിട്ടിയാൽ മതി. അതായത് 3 ആൺമക്കളും അവരുടെ വൈഫിനും. കാരണം ആ ഒരു നാട്ടിൽ തന്നെ ഇവർക്കൊന്നും സംഭവിക്കരുത്, അല്ലെങ്കിൽ ഇവരൊന്നും ഓക്കെ ആയാൽ മതി എന്നുള്ള ഒരു മനസ്സുള്ളത് ഇവരുടെ മോക്ക് മാത്രമാണ്. സോ പിന്നീട് അവിടെ നടക്കുന്ന സിറ്റുവേഷൻസ് അതെങ്ങനെയാണ് ഇവർ ഓവർകം ചെയ്യുന്നത്, പിന്നീട് അവിടെ എന്തൊക്കെയാണ് നടക്കുന്നൊക്കെയാണ് സിനിമ മെയിൻലി ഹൈലൈറ്റ് ചെയ്യണം. ആൻഡ് അതിന്റെ കൂടെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു പോയിന്റ്സ് സിനിമയിൽ മെയിൻലി ഹൈലൈറ്റ് ചെയ്ത് പോകുന്നുണ്ട്. ഭയങ്കര എൻഗേജിംഗ് ആണ് സിനിമ. ഒരു 2-2.5 മണിക്കൂർ സിനിമയുണ്ട്. പക്ഷെ നമുക്ക് ഒരിക്കലും ബോർ അടിപ്പിക്കുന്നില്ല. എനിക്ക് ഒരു സീൻ പോലും ലാഗ് ആയിട്ട് എവിടെയും തോന്നിയില്ല. നമ്മൾ ഒരുപാട് സിനിമകളിൽ ഇങ്ങനത്തെ ഒരു ടെംപ്ലേറ്റ് കണ്ടിട്ടുണ്ട്. അതായത് ഒരു മരിക്കാൻ കിടക്കുന്ന സ്ത്രീ അല്ലെങ്കിൽ മരിക്കാൻ കിടക്കുന്ന ഒരാൾ, അവിടെ നടക്കുന്ന ഒരു മരണ വീട്ടിൽ അല്ലെങ്കിൽ അവിടെ നടക്കുന്ന ഇവന്റ്സ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇതിൽ കുറച്ച് ഡിഫറെന്റ് ആണ് അത് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. കാരണം ഇതിന്റെ സ്റ്റോറി ടെല്ലിംഗ്, അവിടത്തേക്ക് വരുന്ന പുതിയ ക്യാരക്ടേഴ്സ്, പുതിയ ഇവന്റ്സ്, പിന്നെ അത് ബ്ലെൻഡ് ആവുന്നത്, അതൊക്കെ ഭയങ്കര രസമായിട്ടാണ് സിനിമ സംസാരിച്ച് പോയിരിക്കുന്നത്. ഈ സിനിമയുടെ മെയിൻ കോർ അല്ലെങ്കിൽ സിനിമയുടെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് രാധിക ശരത് കുമാറിന്റെ ആ ഒരു തായ്ക്കിളവി എന്ന ക്യാരക്ടർ തന്നെയാണ്. പക്ഷെ അവർ അധികം സ്ക്രീൻ സ്പേസ് ഇല്ല. പക്ഷെ ഉള്ള സ്പേസ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് സ്കോർ ചെയ്ത് പോകുന്നുണ്ട്. പക്ഷെ സിനിമ മുന്നോട്ട് കൊണ്ടുവന്ന ബാക്കിയുള്ള ആൾക്കാരൊക്കെയാണ്, അവരുടെ പെർഫോമൻസും അവരുടെ ക്യാരക്ടറൊക്കെയാണ്. മെയിൻലി എടുത്തു പറയുകയാണെങ്കിൽ ഇവരുടെ 3 മക്കൾ, പിന്നെ അവരുടെ വൈഫ്. സോ ഇവരൊക്കെയാണ് സിനിമ മുന്നോട്ട് കൊണ്ടുവന്നത്. തായ്ക്കിളവി എന്ന് പറയുന്ന രാധിക ശരത് കുമാറിന്റെ ഒരു ക്യാരക്ടർ സ്റ്റാർട്ടിങ് കുറച്ചുണ്ട്, എൻഡ് കുറച്ചുണ്ട്. പക്ഷെ ഉള്ള ടൈമൊക്കെ അടിപൊളിയായിരുന്നു. അവരുടെ പെർഫോമൻസും അവരുടെ ആ ഒരു ക്യാരക്ടറും അല്ലെങ്കിൽ ആ ക്യാരക്ടർ സംസാരിക്കുന്ന ആ ഒരു പോയിന്റ്സും അല്ലെങ്കിൽ സിനിമയിൽ ആ മെസ്സേജ് ആയിട്ട് വരുന്ന കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. മെയിൻലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു മെസ്സേജ് അല്ലെങ്കിൽ ആ ഒരു ഹ്യൂമൻ എംപവർമെന്റ്, അവരുടെ ഇൻഡിപെൻഡൻസ്, അവരുടെ റെസ്പെക്ട് ഒക്കെ സംസാരിക്കുന്ന ഒരു പോയിന്റ് ഉണ്ട്. ഇത് മറ്റേ സിനിമയുടെ എൻഡ് വന്നിട്ട് ഓക്കെ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ ഒരു മോട്ടിവേഷൻ സ്പീക്കർ അല്ല. നമ്മൾ ആ സിനിമയിൽ കണ്ടുവരുന്ന സ്റ്റോറിയിലൂടെ തന്നെയാണ്, അല്ലെങ്കിൽ ആ ഒരു പോയിന്റ് എത്തുന്നതിന് തൊട്ട് മുമ്പ് വരെ ആ ഒരു സിനിമയിലുള്ള പല ഫീമെയിൽ ക്യാരക്ടേഴ്സ് ഫേസ് ചെയ്യുന്ന സിറ്റുവേഷനിലൂടെയാണ് സംസാരിച്ച് പോകുന്നത്. ആൻഡ് അതിനുശേഷം ഈ ഒരു സിനിമ സംസാരിക്കുന്ന മെയിൻ കണ്ടന്റ് വരും. അതൊക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു. എനിക്ക് ഓവറോൾ നല്ല രീതിക്കാണ് സിനിമ ഇഷ്ടപ്പെടും. നല്ലൊരു കിടിലം സ്റ്റോറി സംസാരിക്കുന്നുണ്ട്, നല്ല കിടിലം കണ്ടന്റ് സിനിമ സംസാരിക്കുന്നുണ്ട്. അത് വളരെ നൈസായിട്ട് തന്നെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അതാണ് ഏറ്റവും വലിയ കാര്യം. അതായത് നമ്മൾ ഒരുപാട് കാലമായിട്ട് പല മൂവീസിലും കണ്ടും കേട്ട് വരുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ സംസാരിക്കുന്നത്. അതായത് ലേഡീസിന് അടുത്തുള്ള ഒരു റെസ്പെക്ട്, അവർക്ക് കൊടുക്കേണ്ട റെസ്പെക്ട്, അവരെങ്ങനെ ട്രീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ വുമൻ എംപവർമെന്റ് എന്താണ്, അങ്ങനത്തെ കുറെ കാര്യങ്ങളാണ്. പക്ഷെ അത് ഈ സിനിമയിലെ സ്റ്റോറി ആയിട്ട് ബ്ലെൻഡ് ചെയ്ത് വന്നപ്പോൾ നല്ല രസമുണ്ട് കാണാനായിട്ട്. ഒരു ഫാമിലി മൂവിയാണ്, ഒരു ഫാമിലി ഫീൽ ഗുഡ് മൂവിയാണെന്ന് പറഞ്ഞ് ഒരിക്കലും കാണാതിരിക്കരുത്. എല്ലാവരും മസ്റ്റായിട്ട് കണ്ടിരിക്കേണ്ട സിനിമയാണ്. ഇത് ഓൾറെഡി റിലീസായിട്ട് ഇപ്പോൾ 2-3 വീക്സ് എന്തോ ആയിട്ടുണ്ട്. ഞാൻ ഇപ്പോഴാണ് സിനിമ കാണുന്നത്. പക്ഷെ കണ്ടപ്പോൾ നല്ലൊരു അടിപൊളി ഫീൽ ആയിരുന്നു. ഈ സിനിമ OTT റിലീസ് ആകുമ്പോഴും കണ്ടാലും ഒരു കുഴപ്പമില്ല. നല്ലൊരു എക്സ്പീരിയൻസ്, നല്ലൊരു ഫീൽ ആയിരുന്ന സിനിമയാണ്. പക്ഷെ ആ ഒരു തിയേറ്ററിൽ ആ ഒരു ഫുൾ ഓഡിയൻസിനോടൊക്കെ ഇരുന്ന് കാണുമ്പോൾ കിട്ടുന്ന ഒരു വൈബ് എന്ന് പറയുന്നത് ഭയങ്കര അടിപൊളിയാണ്. എസ്പെഷ്യലി ആ ഒരു കുറേ സിറ്റുവേഷൻ കോമഡീസും സിനിമ സംസാരിക്കുന്ന ആ ഒരു ഹൈലൈറ്റ് ചെയ്യുന്ന കുറച്ച് മൂവ്മെന്റ്സും കാര്യങ്ങളും അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ആൻഡ് എടുത്തു പറയേണ്ട കാര്യം ഇതിന്റെ പ്രസന്റേഷൻ ആയിരുന്നു. കാരണം ഇങ്ങനത്തെ ഒരു സ്റ്റോറി, അതിന്റെ കണ്ടന്റ്സ് അല്ലെങ്കിൽ അതിന്റെ ഒരു എക്സിക്യൂഷൻ എല്ലാം നൈസ് ആയിരുന്നു. ആൻഡ് ഈ സിനിമയിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ കമലഹാസൻ റെഫറൻസ് വരുന്നുണ്ട്. അതായത് ഉലകനായകന്റെ ഭയങ്കര വലിയ ഫാൻ ബോയ് ആയിട്ടുള്ള ഒരാളുണ്ട്. സോ അയാളുടെ കയ്യിൽ എപ്പോഴും പുള്ളിക്കാരന്റെ പാട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ആ ഒരു സോങ്സ് ഒക്കെ ഇതിൽ ബ്ലെൻഡ് ചെയ്ത് പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. എസ്പെഷ്യലി ഈ ഇന്റർവൽ സീക്വൻസിൽ വിശ്വരൂപത്തിന്റെ ഒരു മ്യൂസിക് വെച്ചിട്ടുള്ള സീനുണ്ട്. എന്റെ മോനെ, അതൊരു വേറെ ലെവൽ ഐറ്റം ആയിരുന്നു. വിശ്വരൂപത്തിന്റെ ഒരു മ്യൂസിക് അറിയാലോ, ആ ഒരു ഫേമസ് ആയിട്ടുള്ള ആ ഒരു മ്യൂസിക്കും ഈ സിനിമയിലെ ഒരു സീനുമായിട്ട് വന്നപ്പോൾ
കിടിലം എന്ന് പറഞ്ഞാൽ കിടിലം. ആൻഡ് അതുപോലെ തന്നെയാണ് കമലഹാസന്റെ മറ്റുള്ള സോങ്സും ഈ സിനിമയിലും മറ്റുള്ള കുറച്ച് ഏരിയാസിലൊക്കെ വരുന്നുണ്ട്. അതൊക്കെ അടിപൊളിയായിരുന്നു. എല്ലാം കൊള്ളാം. ആ ഒരു സോങ്ങിന്റെ പ്ലേസ്മെന്റ്, അതായത് റെട്രോ സോങ് പോലത്തെ ഒരു പ്ലേസ്മെന്റ് ഒക്കെയാണ്. പക്ഷെ അത് നല്ല രസമായിരുന്നു കേട്ടോ. നമ്മളിപ്പോ സ്ഥിരം ഈ റെട്രോ സോങ് കേട്ടിട്ട് മടുത്തൊരു സിറ്റുവേഷൻ ആണ്. പക്ഷെ ഇതിലോട്ട് വന്നപ്പം റെട്രോ അല്ല, റീസെന്റ് വന്ന സോങ്സ് ഒക്കെ തന്നെയാണ്. പിന്നെ കുറച്ച് പഴയ സോങ്സ് ഒക്കെ ഉണ്ട്. പക്ഷെ അതിന്റെ പ്ലേസ്മെന്റും ആ ഒരു സിറ്റുവേഷൻസും അടിപൊളിയായിരുന്നു. എസ്പെഷ്യലി ആ ഇന്റർവൽ സീൻ എന്ന് പറഞ്ഞാൽ കുറച്ച് ത്രില്ലിംഗ് ആയിട്ടുള്ള, അല്ലെങ്കിൽ പെട്ടെന്നൊരു എൻഗേജിംഗ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ്. അവിടെ ഈ വിശ്വരൂപത്തിന്റെ സോങ് കൊണ്ട് പ്ലേസ് ചെയ്ത് ആ ഒരു സീനിനെ തന്നെ വേറെ ലെവലിൽ അവർ എക്സിക്യൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് ടെക്നിക്കൽ സൈഡ് നോക്കുകയാണെങ്കിൽ സിനിമോട്ടോഗ്രാഫി ആയാലും എഡിറ്റിംഗ് ആയാലും കളറിങ്ങും മ്യൂസിക്കും എല്ലാം കൊള്ളായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. നല്ലൊരു നൈസ് പ്രസന്റേഷൻ ആയിരുന്നു മൂവി. സോ എന്തായാലും തീർച്ചയായിട്ടും എല്ലാവരും കണ്ടു നോക്കുക. എനിക്ക് നല്ല ഇങ്ങനെ ഇഷ്ടപ്പെട്ട നല്ലൊരു കിടിലം മൂവി ആയിരുന്നു. വേറെ ലെവലായിട്ടുള്ള ഭയങ്കര സ്വീറ്റേജ് ആയിട്ടുള്ള ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടുള്ള മൂവി ഞാൻ പറയുന്നില്ല. പക്ഷേ ത്രില്ലിംഗ് ആയിട്ടുള്ള ഭയങ്കര എൻഗേജിംഗ് ആയിട്ടുള്ള എലമെന്റ്സ് ഒക്കെ ഉണ്ട്. നമ്മൾ സ്ഥിരമായിട്ടും കണ്ടുവരുന്ന പല ടെംപ്ലേറ്റ് ആയിട്ടുള്ള പല സീക്വൻസും സിനിമയിൽ പല ഏരിയാസിലും ഉണ്ടെങ്കിലും അതിന്റെയൊക്കെ പ്രസന്റേഷനും അല്ലെങ്കിൽ സിനിമ സംസാരിക്കുന്ന സ്റ്റോറിയും എല്ലാം നൈസ് ആയിരുന്നു. നല്ലൊരു അടിപൊളി ഫീലും എക്സ്പീരിയൻസ് ആയിരുന്ന സിനിമയാണ്. സോ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക. ഓൾറെഡി ഈ ഒരു മൂവി കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താ വെച്ചാൽ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.